ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ നിഷ കൃഷ്ണൻ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സെൽഫ് ടോക്കിനെ കുറിച്ചിട്ടാണ്. പോസിറ്റീവ് സെൽഫ് ടോക്ക് ഉണ്ടെങ്കിലാണ് നമ്മുടെ ജീവിതം സ്മൂത്തായിട്ട് പോകും. അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് തടസ്സങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നേരിടും. ഒരുപാട് മോശമായ അനുഭവങ്ങൾ ഉണ്ടാവും. നമ്മുടെ മനസ്സ് പോസിറ്റീവായാൽ മാത്രമേ നമുക്ക് പോസിറ്റീവ് എക്സ്പീരിയൻസ് ഉണ്ടാവുള്ളൂ. ഇതിനു വേണ്ടിയിട്ട് നമ്മൾ പോസിറ്റീവ് സെൽഫ് ടോക്ക് ചെയ്യണം. എങ്ങനെ ചെയ്യും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ നെഗറ്റീവായിട്ട് ഞാൻ ഒരു വീക്കായിട്ടുള്ള പേഴ്സണാണ്, എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് വെച്ചാൽ മെല്ലെ മെല്ലെ അഫർമേഷൻസിലൂടെ ഞാൻ നല്ല ഹാപ്പി ആയിട്ടുള്ള പേഴ്സണാണ് എന്നുള്ളത് പറഞ്ഞ് ഇട്ട് നമ്മളെ തിരുത്താം. അല്ലെങ്കിൽ മൈൻഡിൽ തിങ്ക് ചെയ്തിട്ട് ഐ ആം ഹാപ്പി പേഴ്സൺ എന്നുള്ളത് ഫീൽ ചെയ്തിട്ട് ഡെയിലി കണ്ണാടിയുടെ മുന്നിൽ നിന്ന് പറയുക. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. പിന്നെ നമ്മൾ എപ്പോഴും നമ്മളോട് പോസിറ്റീവായിട്ട് സംസാരിക്കുക. നീ നല്ല കുട്ടിയാണെന്നും നല്ല കാര്യങ്ങളാണ് നീ ചെയ്യുന്നതെന്നും നീ ചെയ്ത തെറ്റുകളൊക്കെ അത് നിൻ്റെ പഠനത്തിൻ്റെ ഒരു ഭാഗമാണ്, അതായത് ജീവിതം പഠിക്കുന്നതിൻ്റെ ഒരു ഭാഗമാണെന്നും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മളെ നല്ലൊരു ഫ്രണ്ടായിട്ട് ട്രീറ്റ് ചെയ്യുക. അല്ലാതെ നമ്മളെ ഒരു ചെറിയ തെറ്റ് ചെയ്യുമ്പോൾ അതിനെ റിഗ്രറ്റ് ചെയ്ത് അങ്ങനത്തെ രീതിയിലൊക്കെ നമ്മൾ നമ്മുടെ മനസ്സിനെ കാണുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് അങ്ങനത്തെ ഫീലിങ്സ് ഉണ്ടാവും. അത് നമ്മുടെ ജീവിതത്തെ ആകെ തകർക്കുന്ന രീതിയിൽ എഫക്റ്റ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ അല്ലാതെ ഇരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളെപ്പോഴും നിങ്ങളോട് പോസിറ്റീവായിട്ട് ടോക്ക് ചെയ്യുക. എല്ലാവർക്കും അങ്ങനെ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.